പ്രഭാതത്തിൽ അവിടുത്തെ തിരുമുഖം കാണുവാൻ, എഴുന്നേൽക്കുവാൻ, കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകി തരുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ മുറ്റുമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു വന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങളായിരിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി വിടുതലാക്കി അവിടുന്ന് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവപ്രവർത്തി വെളിപ്പെടുന്ന പകലാക്കി അങ്ങ് മാറ്റുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇടപെടുമാറാകണമേ, സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. നാഥാ, സ്തോത്രം. സ്തുതി ചെയ്മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതി ചെയ്മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ്മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. സ്തുതി ചെയ്മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയായി. ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയായി. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാ. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയാ. സ്തുതി ചെയ്മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ദിനവും മനമേ തൽസമയം വാൻകൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വാൻകൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൽ ആന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൽ ആന്തികത്തിൽ ചെന്നു നീ. സ്തുതി ചെയ്മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ബഹുദൂതരുച്ച നാദം
ജീവനാഥൻ യേശുവേ ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴ്കയാൽ ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴ്കയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളുമാകയ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും ആകയ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ യേശുവേ ദിനവും മനാവേ തൽസമയം വാക്കുവാകൾ പ്രാപിപ്പാൻ ദിനവും മനാവേ തൽസമയം വാക്കുവാകൾ അതിധൈര്യമായി കൃപാസനത്തിൻ ആന്തികത്തിൽ അതിധൈര്യമായി കൃപാസനത്തിൻ ആന്തികത്തിൽ ചെന്നു നീ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ യേശുവേ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ ഹല്ലേലൂയ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്യുവാനാവേ നിത്യവും ജീവനാഥൻ അവനിതുപോൽ ജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി അവനിതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി അവനിതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി ഹല്ലേലൂയ Hallelujah, hallelujah.
Hallelujah, hallelujah, hallelujah. യേശുവിന്റെ രക്തത്താൽ ദൈവമെടുക്കുകയാ. Hallelujah. ദീപാരകല ഹൗഡമാരകല ഹത്തൽ ഖനാരക. യേശുവിന്റെ രക്തത്താൽ hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ദാതനെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധനേ ഖരമശംബാരകന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തുറന്നുള്ള ശുശ്രൂഷകളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഓരോ നിമിഷവും നമ്മുടെ കർത്താവിൻ്റെ പരിപാലനം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്നല്ലോ. നമ്മെ ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ അവിടെ നമ്മെ വീണ്ടും നിശ്ചയമായും അനുഗ്രഹിക്കേണ്ടതിന് ആമേൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ അധികമായി അവിടുന്ന് പകരേണ്ടതിന് കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം പ്രാപിച്ചവരായി മടങ്ങുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ആമേൻ സ്തോത്രം. നാം കർത്താവിങ്കിലുള്ള നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, നല്ല ദൈവിക ആലോചനകളെ കേട്ട് ആമേൻ ബലപ്പെട്ടവരായി സന്തോഷത്തോടെ ആമേൻ സ്തോത്രം മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കടന്നു വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി അങ്ങ് ഞങ്ങളെ താങ്ങിനാൽ ഞങ്ങൾ ഉണർന്നുമിരിക്കുന്നു. സ്തോത്രം. ഞാൻ പാട്ടോട് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അതേ ഹോവയ്ക്ക് കാളേക്കാളും പ്രൈസലോ കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകിയാൽ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയൻ്റെ കുറവുകളൊന്നും കർത്താവേ ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തെ തടസ്സമായി തീരില്ലെന്നാഥ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനം തെരുമാറാകണമേ, നല്ല സാക്ഷികൾ തെരുമാറാകണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളുടെ ദാസനെ അധികാരപ്പെടുത്തുമാറാകണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടനെ സ്തോത്രം. ഞങ്ങൾക്ക് ആജ്യം വച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറുന്ന നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 128 സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 128 സാംസ് നമ്പർ 128, സാംസ് നമ്പർ 128. അതിൻ്റെ അവസാനത്തെ വാക്യം 6-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. 128 സങ്കീർത്തനം എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും.
മക്കളുടെ മക്കളെയും നീ കാണും. സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം കൂടെ എല്ലാ പ്രിയപ്പെട്ടവര് ആമേൻ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് നമ്മെ കരുതിയ വിധങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ അവിടുന്ന് നമ്മെ നിർത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമുക്ക് പറയുവാനൊന്നല്ലേ ഉള്ളൂ, നാം നിന്നതല്ല, നമ്മുടെ കർത്താവ് നമ്മെ നിർത്തിയതാ. ആമേൻ ഒരു പ്രഭാതവും കൂടെ നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ശേഷിപ്പിച്ചതാ. ഹല്ലേലൂയ. അവിടുത്തെ ഉപകാരങ്ങളൊന്നും തന്നെ മറക്കാതെ ഒരല്പസമയം അതരങ്ങളെ തുറന്ന് നമുക്ക് കർത്താവിന് മഹത്വം കരേറ്റി നമ്മെ സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവേ അവിടുത്തെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് ഒരു ഖരവശമഭാരകരഹദ്വരാജകൾ കൗഡഭാരകരകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവയെല്ലാറ്റിലും ഉപരി അവിടുന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത്, അനിത്യമായ സ്നേഹത്തെ ഓർത്ത്, നമ്മെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ വിധങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ. പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നൽകിയതോർത്ത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള അവകാശം നമുക്ക് അവിടെ നൽകിയതോർത്ത്, മക്കളും പ്രിയ മക്കളുമാക്കി നമ്മെ തീർത്തതോർത്ത്, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നന്ദിയോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചേർന്നൊരു ഗാനം പാടാം. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും, ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറയ്ക്കും. നമുക്ക് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരേറ്റാം. കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും, ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും, ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, പാതയോ എന്നെ തൊടുകയില്ല, പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭാവിക്കയില്ല, പാതയോ എന്നെ തൊടുകയില്ല,
അവിടുത്തെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും അസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും എന്നെ പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കൂ. എന്നെ കരുതും എന്നെ പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശ
ശന്തരാജുകൾ കൗടഭാരക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ഒരു ഗാനം കൂടെ പാടാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ. അവെ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും തോന്നിയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അവരെന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അവരക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ഓ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. ഒരുവനിക്ക് കിരീടമുണ്ട്, ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമുണ്ട്, ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അവനെന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അവനക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു
ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവവസ്ത്രം. അവൻ തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവം. ഹല്ലേലൂയ. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അവൻ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. അവൻ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. അവൻ അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓടങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അവൻ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. അവൻ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. അവൻ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിൽ. അവൻ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. അവൻ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ
Glory, Re bara bala 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 bala. glory, glory, glory. Re bara ka baba thwara gal khawda. Re ba shambawara kala hal khara gara bala 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 bala. Ye al khara ga baba huda wara. Hallelujah. Oh, thank you, Jesus. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Orabanaga shabdarajagal kaudabaragadagadaga shandari. കർത്താവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യും. ദാതനേ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory barabashambabarak. Thank you, Jesus. We give you glory. Hallelujah. കർത്താവേ തുടർന്നുള്ള സമയങ്ങളിലും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഭക്തിയോടെ, ഭയത്തോടെ, സാന്നിധ്യബോധത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരുന്നോട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹിത നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ, എൽഡേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. വിശേഷം നമ്മുടെ മധ്യേ കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് തങ്കച്ചൻ ബ്രദറിൻ്റെ ഫാദർ ലോയാണ്. കർത്താവിൻ്റെ ദാസം കുടുംബമായി പ്രിയമാമയും ഒരുമിച്ച് നമ്മുടെ മധ്യേ ആയിരിക്കുന്നുവല്ലോ. അവൻ ഇന്നലെ രാത്രിയിലും നമ്മോട് ഒരുമിച്ച് ഉണ്ടായിരുന്നു. പ്രിയ കർത്തദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ മാസങ്ങളിൽ വെക്കേഷനോടുള്ള ബന്ധത്തിലൊക്കെ നാട്ടിലും മറ്റിതര സ്ഥലങ്ങളിലും കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ കടന്നു വരുവാനും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് സഹായിക്കുന്നല്ലോ. അതോർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവും ഇപ്പോൾ ആരംഭത്തിൽ പാടിയതുപോലെ കർത്താവിൻ്റെ പരിപാലനവും കൃപയും ദയയും വിശ്വസ്തതയും ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്ന അവിടുത്തെ ദയയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. എത്ര സ്തോത്രം ചെയ്താലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ലല്ലോ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങളെ ഓർത്താൽ. അമ്മേ, നാം വായിച്ച സങ്കീർത്തനം 128 സങ്കീർത്തനമാണ്. വളരെ സുപരിചിതമായ, നാം കാണാതെ പഠിച്ചിട്ടുള്ള, ഏത് സമയത്തും വായിച്ച് ധ്യാനിച്ച് ബലപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. യഹോവയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഭാഗ്യ പദവികൾ അമേൻ വെറും 6 അധ്യായങ്ങളിൽ വിസ്തരിക്കുന്ന, വിശദീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം. അതിൻ്റെ തലക്കെട്ടിൽ ആരോഹണ ഗീതം എന്നെഴുതിയിരിക്കുന്നെങ്കിൽ തന്നെയും ഒരു കുടുംബ സങ്കീർത്തനമാണ് ഇത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൻ്റെ ക്രീം, എസൻസ് എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ് അനുഗ്രഹങ്ങളുടെ മൂലക്കല്ല് എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കുകയും കർത്താവിൻ്റെ വഴികളിൽ മാത്രം നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എക്കാലത്തും ദൈവവചനപ്രകാരം ഭാഗ്യവാനാണ്. ഒന്നും കൂടെ ആ വചനപ്രകാരം 128 1 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെടുന്ന, കർത്താവിൻ്റെ വഴി അന്വേഷിക്കുന്ന, ദൈവസന്നിധിയിൽ സ്തോത്രം ഏത് തീരുമാനമെടുത്താലും ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്ന, കർത്താവ് നിയോഗിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന പാതകളിൽ മാത്രം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി എക്കാലത്തും ഭാഗ്യ പദവി
സൃഷ്ടിച്ചിട്ടുള്ള ഭാഗ്യം ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ അങ്ങനെയുള്ള വ്യക്തിക്കുള്ള അനുഗ്രഹങ്ങൾ വ്യക്തതയോടെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്ന, അവൻ തൻ്റെ അധ്വാന ഫലം ആസ്വദിക്കും. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. സ്തോത്രം, നീ ഭാഗ്യവാനാണ്, നിനക്ക് നന്മ വരും. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നന്മ വരിക മാത്രമല്ല, നന്മ കാണുകയും ചെയ്യും, അത് ആസ്വദിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ സ്തോത്രം ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. സ്തോത്രം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സ്തോത്രം, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേശ എന്ന് പറയുന്നത് കൂട്ടായ്മയെ കാണിക്കുന്നതാണ്. സ്തോത്രം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഭയത്തോടെ അവൻ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി സ്തോത്രം ഏത് സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവർ കൂട്ടായ്മ ആചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരായിരിക്കും. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ആയുഷ്കാലം സ്തോത്രം ദൈവസന്നിധിയിൽ നന്മയെ കാണുന്ന അനുഭവങ്ങളിലേക്ക് അവരെത്തിച്ചേരും. അവർക്ക് ദീർഘായുസ്സുണ്ടാകും, അവർ സമാധാനം അനുഭവിക്കുന്നവരായിത്തീരും എന്ന് സ്തോത്രം ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലവും നമുക്ക് പറയാം, അങ്ങനൊരു ഭാഗ്യപദവി അതെനിക്കുണ്ടാകണം. ഞാൻ യഹോവ ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. യഹോവ ഭക്തിയോടെ കർത്താവിൻ്റെ വഴികളെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഏറ്റവും ഭാഗ്യവാനായി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നന്മ അനുഭവിച്ച് ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് കർത്താവ് നിയോഗിക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് സ്തോത്ര പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ കർത്താവ് എന്നെ ഇടയാക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഉറപ്പോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ അവർ എഴുന്നേറ്റ് നിന്ന് അവർ പഠിച്ച മനപ്പാഠവാക്യം പറയും. All children can stand together and will recite the Bible verse. Joshua Bijoy will come forward and will recite the verse. Praise the Lord. Praise the Lord. Psalm 27 verses 1 and 4. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Of whom shall I be afraid? One thing I ask from the Lord, this only do I seek, that I may dwell in the house of the Lord all the days of my life, to gaze on the beauty of the Lord and to seek him in his temple. Amen. Amen. Shout hallelujah. ആമേൻ. സ്തോത്രം. നമുക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇതുവരെ നടത്തി പരിപാലിച്ചു കരുതി എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക, അവരുടെ സ്കൂളുകൾ വീണ്ടും തുറന്നിരിക്കുമ്പോൾ അവരുടെ പഠനത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കുമാറാകണമേ. അവരുടെ യാത്രകളിൽ ദൈവസാന്നിധ്യം ഇരിക്കണമേ. അവരെന്ത് ചെയ്താലും അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ. അവരുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. ദൈവമേ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ വളർന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥിക്കും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയോടെ വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നാഥ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവമഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആരുമില്ല. പുതിയതായിട്ട് വന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് മീറ്റിങ്ങിനെ സംബന്ധിക്കുന്ന
പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒരു നിമിഷം എഴുന്നേക്കാം. ആമേൻ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ നമ്മുടെ പ്രിയ സാജൻ കെ മാത്യു ബ്രദറിൻ്റെ മാതാവ് കർത്തൃസന്നിധിയിൽ ആമേൻ ചേർക്കപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ മാതാവിൻ്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയ മാതാവിനെ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ കർത്താവിന് പ്രിയം തോന്നി. നമുക്ക് ആ ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെല്ലാവരും കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഫ്യൂണറൽ നടക്കുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരണം. ആ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കണം. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാൻ കർത്താവ് സഹായിക്കണം. കാലാവസ്ഥ അനുകൂലമായി കർത്താവ് നൽകണം. കർത്താവ് പ്രിയപ്പെട്ടവരെയെല്ലാം ബലപ്പെടുത്തേണ്ടതിന് വിവിധ ഇടങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണം. നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ ഈ മാസം അവസാനം നടക്കുന്ന നമ്മുടെ കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെ കർത്താവ് വളരെ ശക്തമായി നമ്മുടെ മധ്യയെ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന്, സഭയിലെ ഓരോ കുടുംബങ്ങളെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, മാനിക്കേണ്ടതിന്, ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും ഓരോ നിമിഷവും ഓരോ ദിവസവും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് അവയെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമന കുമാരനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ നാമത്തിൽ സഭയായി കർത്താവെ രാവിലെ സമയം അപ്പൻ്റെ പാദപീഠത്തോട് അടുത്ത് വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് നന്ദി കരയറ്റുവാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. കർത്താവെ, നിന്നുവെന്നോ നടന്നുവെന്നോ പറയുവാൻ ഞങ്ങൾക്ക് യാതൊരു അവകാശമില്ല. നിർത്തുകയും നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് സ്വയമായി ചെയ്യുവാൻ കഴിയുന്ന അല്ലെങ്കിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു മേഖലയല്ല ക്രിസ്തുവിൽ ഭക്തിയോട് ജീവിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം അത് ഒന്നുകൂടെ ആമേൻ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അത് ഞങ്ങളുടെ മേലോടൊന്ന് ചൊരിയുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെ ഊനമില്ലാത്ത അനുഭവത്തിലേക്ക് എത്തപ്പെടുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് രാവിലെ സമയം ആർക്കും ആകില ഭാരങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷത്തോടെ രാവിലെ സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ വരുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എങ്കിലും ഞങ്ങളുടെ അകത്ത് ആമേൻ ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. എന്റെ കർത്താവിന്റെ കാഹളം കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുവാൻ ഇടയാകാതെ ഒന്നുകൂടെ ഉറയ്ക്കുവാനുള്ള പകലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ ദാസൻ ഓർപ്പിച്ച വിഷയത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ വാത്സല്യ മാതാവ് ആമീൻ കഴിഞ്ഞ ദിവസം കർത്താവ് ഞങ്ങളെ വിട്ട് ആമീൻ കർത്താവിന്റെ നിത്യയിൽ പ്രവേശിക്കുവാൻ ഇടയായല്ലോ. ആമീൻ കർത്താവ് ഇന്ന് പകൽ ആ ശുശ്രൂഷ നടക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ആ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ അവിടുന്ന് പകരണമേ. ദൂരെ നിന്ന് മക്കൾ ഞങ്ങൾക്ക് കർത്താവ് വന്നിട്ടുണ്ട്. അവരെല്ലാം യാത്രയിൽ കൃപ കൂടിയിരുന്നു. ഇന്നത്തെ ശുശ്രൂഷക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ മാസം അവസാനം ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുന്നുവല്ലോ. ഒരു കൺവെൻഷൻ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ആ കൺവെൻഷന് ദൈവങ്ങൾ സമർപ്പിക്കുമ്പോൾ ആമീൻ പാപികൾക്ക് മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശ്വാസികൾ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ കർത്താവേ ആ ശുശ്രൂഷ നിമിത്തം കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ശുശ്രൂഷിപ്പാൻ അങ്ങനെ അഭിഷേകത്തിന് കർത്താവ് കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ അങ്ങയുടെ ദാസൻ മേൽ ചൊരിയുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമീൻ തിരുമേശം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നുവല്ലോ. അതിൽ പ്രാഗൽഭ്യത്തുള്ള അംശങ്ങളായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ സഭയുടെ ഇതര വിഭാഗങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ടവർ കർത്താവ് ചുമതല വഹിക്കുന്ന എല്ലാവരെയും ഇത്തരത്തിൽ ഓർത്ത് ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര സകല മഹത്വം അങ്ങേക്ക് അടികൾക്കായി ജീവൻ അർപ്പിച്ച ക്രിസ്തു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോട് കേട്ട് ഉത്തരം അരുളണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ശബ്ദമുയർത്തി പ്രിയപ്പെട്ടവരിൽ ഒരാൾ വായിക്കാമോ?
ആമേൻ. ആ ആ സ്തോത്രം. Somebody from children's side can read it in English louder. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു മിക്ക പേരും കാണാതെ പഠിച്ചിട്ടുള്ള ഒരു വാക്യമാണ്, കാണാതെ അറിയുന്ന ഒരു വാക്യമാണ്. ആമേൻ. ഈ 6-ാമത്തെ വാക്യം, എന്നാൽ 7-ാമത്തെ വാക്യവും കൂടെ ചേർത്ത് പഠിക്കുന്നത് ആമേൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമാണ്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു പദമുണ്ട്: നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. വിചാരപ്പെടുന്ന ഒരു വ്യക്തിക്ക് സന്തോഷിക്കുവാൻ കഴിയില്ല. എല്ലായ്പ്പോഴും വിചാരം അവനെ മൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, കർത്താവിൽ നിങ്ങൾക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിചാരപ്പെടുന്ന, ആങ്ഷ്യസ് ആയിട്ടുള്ള, ഭാരപ്പെടുന്ന വിഷയങ്ങൾ അത് ദൈവത്തിൽ സമർപ്പിച്ചു വേണം മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തി 6-ാം വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ബൈബിളിലേക്ക് നോക്കണം. ബൈബിളിലേക്ക് നോക്കി 6-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുവാൻ കഴിയുന്നവരും മലയാളത്തിൽ ഉറക്ക വായിക്കണം, ഇംഗ്ലീഷിൽ വായിക്കുവാൻ കഴിയുന്നവർ ഇംഗ്ലീഷിൽ ഉറക്ക വായിക്കണം. സ്തോത്രം. നമുക്ക് ആരംഭിക്കാം. ഒന്നിനെക്കുറിച്ചും സ്തോത്രം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. സ്തോത്രം. ഇനി നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ഒരുമിച്ചൊന്ന് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. ഈ വിചാരം പലപ്പോഴും മനുഷ്യനെ മൂടിക്കളയുന്ന ഒന്നാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷ വേളയിൽ വിശേഷാൽ ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ഈ വിചാരത്തെക്കുറിച്ച് ആവർത്തിച്ച് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25, 26 വാക്യങ്ങളിൽ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് 6-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ഭക്ഷണം ഏതു മനുഷ്യനും ആവശ്യമാണ്. സ്തോത്രം. അത് ആവശ്യമാണ്. വസ്ത്രം ഏതു മനുഷ്യനും ആവശ്യമാണ്. എന്നാൽ ആ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വിചാരത്തിലേക്ക് കടന്നാൽ, സ്തോത്ര, ചിന്താകുലത്തിലേക്ക് കടന്നാൽ, എന്ത് നാളെ കഴിക്കുമെന്ന വിചാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നാൽ, സ്തോത്രം, അത് കേവലം ആവശ്യത്തെക്കാൾ ഉപരി സ്തോത്രം അത്യാഗ്രഹത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീരും. അമിതമായ ആവശ്യമായി തീരും. അത് വിചാരത്തിലേക്ക് പോകും. ഈ വിചാരം എന്ന് പറയുന്നത് പല പ്രതിസന്ധികളിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ സന്തോഷം ഇല്ലാതാക്കും. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ എന്ത് ചെയ്യരുത്? നാളേക്കായി വിചാരപ്പെടരുത്. 4 കാര്യങ്ങളുണ്ട്. 6:25, 31, അതിൻ്റെ 34. അവിടെ 3 പ്രാവശ്യവും വിചാരപ്പെടുന്നതിനെ സ്തോത്ര കർത്താവ് വിലക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഇപ്പോൾ വായിച്ചു, വിചാരപ്പെടരുത്. അതിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വാക്കയൊക്കെ അന്വേഷിക്കുന്നത് ജാതികളാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. സ്തോത്രം. 34-ാമത്തെ വാക്യം: അതുകൊണ്ട് നാളേക്കായി
വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. സ്തോത്രം. ഒന്ന്, കർത്താവ് ഈ വിചാരപ്പെടുന്നതിനെ വിലക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും ആവർത്തിച്ച് പറയുന്നത്. ആമേൻ, നിങ്ങൾ വിചാരപ്പെടരുത്. 2, 27 വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നത്, വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? സ്തോത്രം. വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ, സ്തോത്രം, നമുക്കാർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വിചാരം നിഷ്പ്രയോജനമാണ്, പ്രയോജനമില്ലാത്തതാണ്. അതുകൊണ്ട് വിചാരപ്പെടരുത്. സ്തോത്രം. 3, വിശ്വാസികളെ അവിശ്വാസികളെ പോലെ പ്രവർത്തിക്കുന്നതിന് കാരണമായി തീർന്നതാണ് ഈ വിചാരം. അതുകൊണ്ടാണ് നാം 33 വാക്യത്തിൽ 32 വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അതായത് സ്തോത്ര, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വം അറിയാത്ത, ദൈവം ആരാണെന്ന് വ്യക്തമായ ബോധ്യമില്ലാത്ത, സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണെന്നുള്ള ഉത്തമ ചിന്താഗതിയില്ലാത്ത വ്യക്തികളാണ് ഇങ്ങനെയുള്ള വിചാരങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് വ്യക്തമായിട്ടറിയാം, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ ഭാരം ഇറക്കി വെക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ പുലർത്താമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് വരെ എന്നെ നടത്തിയെങ്കിൽ ഇനിമേലാലും എന്നെ നടത്തുവാൻ മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് സാവധാനത്തിൽ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെയും എൻ്റെയും ഇതുവരെയുള്ള ജീവിത സാഹചര്യത്തിൽ എത്രയോ തവണ അതികഠിനമായ പരിശോധനകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മളെല്ലാവരും സാക്ഷ്യം പറയുന്നവരാ, സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവരാ. എന്നാൽ ഇന്ന് സ്തോത്രം, നമുക്ക് അവസരം കിട്ടിയാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ചെയ്ത ഒരുപാട് ഉപകാരങ്ങളെ പറയുവാനായിട്ടുണ്ടാകും. ആമേൻ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നാം സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ ഉപകാരം ചെയ്തു, ഒരു അത്ഭുതം ചെയ്തു. ഈ അത്ഭുതത്തെ സാക്ഷ്യമായി നാം സ്തോത്ര പൊതുസഭാമധ്യേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രസ്താവിച്ചു. സ്തോത്രം. അതിൽ കേട്ട എല്ലാവരും സ്തോത്രം ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് ഒരു സാക്ഷ്യം പറയണമെങ്കിൽ സ്തോത്രം, അതുപോലെ ഒരു അത്ഭുതം പിന്നീട് സംഭവിക്കണം. പലപ്പോഴും സ്തോത്രം, കഴിഞ്ഞുപോയ സാഹചര്യങ്ങളെ മറന്നുപോകുന്ന ഒരു സാഹചര്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ സ്തോത്രം, ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സ്തോത്രം, ആ സാഹചര്യങ്ങളെ നമ്മളെ അതിശയമായി വിടുവിച്ച നമ്മുടെ കർത്താവ്, സ്തോത്രം, മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തനാക്കിയ നമ്മുടെ കർത്താവ്, സ്തോത്രം, അതിനെയൊക്കെ സ്തോത്രം പുറകോട്ട് തള്ളിക്കൊണ്ട് അതിശയകരമായി ഇന്ന് വരെ കൊണ്ടുവരുവാൻ നമ്മെ പ്രാപ്തനാക്കിയ നമ്മുടെ കർത്താവ്, അവൻ ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലും നമ്മെ നടത്തുവാൻ മതിയായ കർത്താവ്, സ്തോത്രം, മറികടക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു നിമിഷം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് ധൈര്യത്തോടെ അധരങ്ങളെ തുറന്ന് പറ, സ്തോത്രം, ഇന്ന് വരെ എന്നെ നടത്തിയ കർത്താവ്, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എന്നെ വിടുവിച്ച കർത്താവ്, സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായിരുന്നപ്പോൾ അവൻ ഞാൻ മുന്നോട്ട് പോകുകയില്ല എന്ന് ശത്രുവായവൻ വാദിച്ച വേളകളിൽ അവൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇനി എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ പോലും എന്നെ അതിശയകരമായി അത്ഭുതകരമായി എന്നെ നടത്തിയ കർത്താവ്, എനിക്ക് സൗഖ്യം നൽകിയവൻ, എന്നെ വിടുവിച്ചവൻ, എന്നെ കരുതിയവൻ, എന്നെ പരിപാലിച്ചവൻ, തന്റെ ചിറകിന്റെ മറവിൽ എന്നെ മറച്ച കർത്താവ് ഇനിയും നടത്തുവാൻ ശക്തൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു അല്പസമയം കരങ്ങളെ അടിച്ച കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഞാൻ വിചാരപ്പെടുന്നില്ല, എന്നെ ഇതുവരെ നടത്തിയവൻ, ഇതുവരെ കൊണ്ടുവന്ന കർത്താവ്. Thank you, Jesus. Hallelujah. Hallelujah. Hallelujah.
Praise the Lord. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് നൽകി തന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിചാരപ്പെടുന്തോറും നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ശക്തിയെ, ദൈവത്തിൻ്റെ കഴിവിനെ, ദൈവത്തിൻ്റെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ആകുലത, ഒരു ദൈവവേദലിന് ജീവിതത്തിലുണ്ടാകുന്ന വിചാരങ്ങൾ, ആങ്ഷ്യസ്, അത് സ്തോത്രം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവനാണ് എന്നൊരു ചിന്ത സ്തോത്രം കൊണ്ടുവരിക. അത് നമ്മുടെ ദൈവത്തിന് അപമാനമാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ ദൈവം താല്പര്യം കാണിക്കാത്തവനാണ് എന്ന ഒരു ചിന്തയിലേക്ക് അത് നയിക്കുന്നത്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇയ്യോബൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ. സ്തോത്രം. ആമേൻ. എന്നെ വഴി നടത്തുവാൻ, സ്തോത്രം, എന്നെ മുന്നോട്ട് ആമേൻ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാ. സ്തോത്രം. അവന് സകലം കഴിയുമെന്നോ, സ്തോത്രം, അവൻ്റെ ഉദ്ദേശങ്ങളെന്നോ അസാധ്യമല്ലെന്നോ എനിക്ക് വ്യക്തതയോടെ അറിയാവുന്നത് കൊണ്ട് ഇന്നുവരെ എന്നെ കൊണ്ടുവന്ന എൻ്റെ കർത്താവ് ഇനിയും നടത്തുവാൻ ശക്തനായ ദൈവമാ. സ്തോത്രം. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇന്ന് വരെ നമ്മെ നടത്തിയ കർത്താവ്. അവൻ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മെ അതിശയകരമായി പുറപ്പെടുവിക്കുവാൻ, അവൻ നടത്തുവാൻ ശക്തനായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ഉറച്ചു പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് ശക്തനാ. ഒരു അതുകൊണ്ടാണ് വചനം കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ആ പദം നമ്മൾ വിട്ടുകളയരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും എന്ത് ചെയ്യുക, വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു കുരിശ് മരണത്തിന് തൊട്ട് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാ, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്, കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഈ കലങ്ങുന്നത്, വിചാരം പിടിക്കുന്നത്, സ്തോത്രം, കർത്താവിനറിയാം. കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ്. അതുകൊണ്ട് പലപ്പോഴും ശിഷ്യന്മാർ വിചാരപ്പെടുന്ന സമയത്തൊക്കെ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സ്തോത്രം വിശ്വാസമുണ്ട്, ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ തോത് കർത്താവ് ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു തോത് ആ വിശ്വാസത്തിൽ വരുന്നില്ല. അതുകൊണ്ട് കർത്താവ് വിളിച്ച വിളിയ അല്പവിശ്വാസികളെ. വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസികളാണോ? ആണ്. പക്ഷേ ഈ വിചാരം ഹൃദയത്തിനകത്തേക്ക് കടന്നുകൂടിയിട്ട് എൻ്റെ കർത്താവിന് എൻ്റെ വിഷയത്തിൻ്റെ മധ്യേ പ്രവർത്തിക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത അവൻ ഉള്ളിലേക്ക് കടന്നിട്ട് പലപ്പോഴും വിചാരപ്പെടുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയട്ടെ, അവൻ സ്തോത്രം, ഇന്ന് വരെ എന്നെ കൊണ്ടുവന്നത് ഈ സർവശക്തനായ ദൈവമാണെങ്കിൽ ഈ മരുഭൂമിയിൽ അതിശയകരമായി നടത്താമെന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണെങ്കിൽ, ആ വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണെങ്കിൽ നിശ്ചയമായും എനിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ ഇന്നുവരെ കടന്നുപോയ സാഹചര്യങ്ങളുടെ മധ്യേ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ്, സ്വന്തം ഇനിയും നടത്താമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായ കർത്താവത്രേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം ഒരു വാക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്, ഞങ്ങൾക്ക് ഗീവ് us this day our daily bread. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമേ, തരണമേ. സ്തോത്രം. ഈ ഭാഗമൊക്കെ എടുത്ത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ മറുവശവും കൂടെ നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആമേൻ. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജോലിയെല്ലാം കളഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ കർത്താവ് എല്ലാം ഇങ്ങ് കൊണ്ട് തരും എന്നുള്ളതല്ല.
സ്തോത്രം. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുത്. 1 തിമോഥെയോസ് ലേഖനം 5:8 തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസികളെക്കാൾ അധമനായി തീർന്നിരിക്കുന്നു. സ്തോത്രം. വചനം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് ആമേൻ അധ്വാനിക്കണം. ആമേൻ. നാം ഇപ്പോൾ വായിച്ച 128-ാം സങ്കീർത്തനത്തെ വായിച്ച നിന്റെ അധ്വാന ഫലം നീ തിന്നു, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. സ്തോത്രം. എന്നാൽ ഈ അധ്വാനം എന്നുള്ളത് സ്തോത്രം നാം അധ്വാനിക്കേണ്ടവരാണ്, ജോലി ചെയ്യേണ്ടവരാണ്. സ്തോത്രം. ജോലി ചെയ്ത് ദൈനംദിനം നാം ജീവിക്കേണ്ടവരാണ്. എന്നാൽ സ്തോത്രം ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം നമുക്ക് തരുന്നത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമല്ലേ. സ്തോത്രം. നാളത്തെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട്, നാളത്തെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ട് സ്തോത്രം ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവേ, ഇന്നെനിക്ക് ആവശ്യമായത്, ഇന്ന് ഈ മരുഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ സ്തോത്രം ആഹാരം, വസ്ത്രം എനിക്ക് നൽകണമേ എന്ന് നാം കർത്താവിനോട് ആവശ്യപ്പെട്ടാൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ മതിയായ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായ കരമത്രേ. സ്തോത്രം. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇവിടെ നാം സ്തോത്രം വായിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ ആവശ്യങ്ങളെ എന്ത് ചെയ്യണം? അപ്പം ആവശ്യങ്ങളുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം പലപ്പോഴും ആവശ്യങ്ങളെക്കാൾ ഒരുപാട് മുകളിലാണ്. എല്ലാ ആഗ്രഹങ്ങളും സ്തോത്രം നിറവേറ്റി തരാമെന്നുള്ള വാഗ്ദത്തമൊന്നും കർത്താവ് നമുക്ക് നൽകുന്നില്ല. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഈ ഭൂമിയിൽ സ്തോത്രം നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നൽകി തന്ന അതിശയകരമായി, അത്ഭുതകരമായി ഇസ്രായേൽ മക്കളെ മരുഭൂമി യാത്രയിൽ സ്തോത്രം അതിശയകരമായി നടത്തിയ കർത്താവ്, പരിപാലിച്ച കർത്താവ് നമ്മെയും നടത്തുവാൻ മതിയായ കർത്താവ്. ഇനി സ്തോത്രം അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. അവിടെ ഇങ്ങനെ നാം വായിച്ച ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാവരും ഒരുമിച്ച് വായിച്ച് നമുക്ക് കാണാതെ പഠിച്ചു പോകാം. ഒന്നിനെക്കുറിച്ചും എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രം. ഈ സാധാരണ നാം എല്ലാവരും നന്ദിയുള്ളവരാണ്, നന്ദി പറയുന്നവരാണ്. സ്തോത്രം. നമുക്ക് എപ്പോഴും നാം നന്ദിയുള്ളവരായിരിക്കണം. ആരോടൊക്കെ നന്ദിയുള്ളവരായിരിക്കണം? ഒന്ന്, ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ പറയാം, ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഓർപ്പിച്ചു, നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ജോലി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ആ ജോലി ഒരു 10,000-കണക്കിന് പേരുടെ സ്വപ്നമാണ്. നാം ഇന്ന് കഴിക്കുന്ന ആഹാരം അത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം നമ്മെ 10,000-കണക്കിന് പേരുടെ സ്വപ്നമാണ്. സ്തോത്രം. പലപ്പോഴും കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് പറയുമ്പോൾ കൈ കെട്ടി നിൽക്കുന്നവരുണ്ടല്ലോ, അവരോട് ഞാനൊന്ന് ഓർപ്പിച്ച് നോക്കട്ടെ. കരങ്ങളെ അടിച്ച് നാം ആരാധിക്കുന്നത് ഈ 2 കരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് 10,000-കണക്കിന് പേരുടെ സ്വപ്നവുമാണെന്ന് യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. സ്തോത്രം. നാം കാലിലിടുവാൻ ചെരുപ്പിന്റെ വില അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ കാലിൽ നമുക്ക് ചെരുപ്പിടുവാൻ സഹായമായി തീർന്ന് നമുക്ക് 2 കാലുകൾ നൽകി നമുക്ക് ലഭിച്ചിട്ടുള്ളത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാ. സ്തോത്രം. നമുക്കൊരു ചെറിയ വീടെങ്കിലും നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ വീടെന്ന് പറയുന്നത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാ. സ്തോത്രം. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ 10,000-കണക്കിന് പേരുടെ സ്വപ്നമാ. നമുക്ക് ലഭിച്ചിട്ടുള്ള തലമുറകളെ നാം വഴക്ക് പറയുമ്പോഴും അടിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാ. സ്തോത്രം. നമുക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ നാം അഹങ്കരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, സ്തോത്രം, അത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാ. സ്തോത്രം. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളിൽ നാം അഹങ്കരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാ. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം വിളിച്ചു പറയാം. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ, എനിക്ക് നൽകിയിട്ടുള്ള നന്മകൾക്കായി നമുക്ക് ആരോഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് 10,000-കണക്കിന് പേരുടെ സ്വപ്നമാണെന്നുള്ള യാഥാർത്ഥ്യത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം.
ഇവിടെ കടന്നു വരുവാനിടയായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചത് കൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവൻ ദൈവകൃപ ഓരോ നിമിഷവും അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവിടുത്തെ പരിപാലനത്തിന്റെ കരം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവിടുത്തെ കരവലയത്തിലുള്ള നമ്മെ മറയ്ക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവൻ എല്ലാറ്റിലും ഉപരി അവൻ ആ വീണ്ടെടുപ്പിന്റെ മഹാത്മ്യം നാം അനുഭവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ രക്ഷയുടെ മഹാത്മ്യം അനുഭവിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി തന്നവൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ. പ്രത്യാശയുടെ അനുഭവം നമുക്ക് നൽകി തന്നതുകൊണ്ട് ഈ മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് വേണ്ടി എന്നൊരു ഉറപ്പ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് കൊണ്ടും നാം കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. 2, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് നാം നന്ദിയുള്ളവരായിരിക്കും. ആമേൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? 1, നമുക്കൊരാവശ്യം വരുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരോട് നാം നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. ആമേൻ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് നാം നന്ദിയുള്ളവരായിരിക്കണം. ആമേൻ. അങ്ങനെ നന്ദി ഉള്ളവരായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുക വിത്ത് താങ്ക്സ് ഗിവിങ്, സ്തോത്രത്തോടെ നന്ദിയോടെ നമ്മുടെ ആവശ്യങ്ങളെ എന്ത് ചെയ്യണം? കർത്താവിനോട് അറിയിക്കണം. ഇപ്പം നമ്മൾ ഒരു വ്യക്തി നമ്മൾ ഉപകാരം ചെയ്തു കഴിയുമ്പോഴാണ് പലപ്പോഴും നാം നന്ദി പറയുന്നത്, നന്ദി അർപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വാക്യം ഞാൻ ആ ഭാഗവുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിക്കുക. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ എന്ത് ചെയ്യണം? ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈനംദിനം നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. നാം അപേക്ഷിക്കുന്നതിന് മുന്നമേ നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ അവനോട് അറിയിക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യത്തോടെ സ്തോത്രം, ആ വിശ്വാസത്തോടെ നാം സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാർ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം വിത്ത് താങ്ക്സ് ഗിവിംഗ്, നന്ദിയോടെ കർത്താവിനോട് പറയാമോ? കർത്താവ് എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ കർത്താവ് നൽകി തരുന്നത് കൊണ്ട് സ്തോത്രം. ആ ദരങ്ങളെ ഒന്ന് തുറന്ന കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, അവൻ എനിക്കെന്റെ ആവശ്യങ്ങളെ ഇന്ന് വരെ നിർത്തിയവൻ ഇനിയും നടത്തുവാൻ ശക്തനാകിയാൽ എന്റെ ദൈനംദിന ആവശ്യങ്ങൾ നടത്തി തരുന്ന കർത്താവിന് സ്തോത്രം. ആമേൻ. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ ഓരോ ദിവസവുമുള്ള ആവശ്യങ്ങളെ നടത്തി തരുവാൻ എൻ്റെ കർത്താവ് ശക്തനായ ദൈവം. ആമേൻ. അതാണ് വിശ്വാസം. ഇവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1 പ്രാർത്ഥന, 2 പെറ്റിഷൻ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ് അത് കർത്താവിനോട് അറിയിക്കുന്നത്. പെറ്റിഷൻ എന്ന് പറയുന്നത് സ്തോത്രം നമ്മുടെ കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് അത് കർത്താവിനെ അറിയിക്കുന്ന സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ ചിന്തകൾ, ചിന്താമണ്ഡലങ്ങൾ സ്തോത്രം, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളും ആമേൻ നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ ഓരോ സ്പെസിഫിക് നീഡ്സും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും സ്തോത്രം കർത്താവിനോട് അറിയിക്കണം. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം പറയാം. അപ്പോസ്തലനായ പൗലോസ് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും എന്തു ചെയ്യുന്നു? നിങ്ങളോട് പറയുന്നു. 4-ാമത്തെ അധ്യായം 1-ാം വാക്യം, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് ആമേൻ ദൈവസഭയോട് പറയുക, നിങ്ങൾ സന്തോഷിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നതെന്നറിയാമോ? സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ ഇറക്കി വെക്കുവാൻ കഴിയുന്ന, നമ്മുടെ ചിന്തകൾ ഷെയർ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യം കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ പറയട്ടെ, അനേകർക്ക് ആ സാഹചര്യം ലഭിക്കാതെ ഇരിക്കുമ്പോൾ, അനേകർക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ,
പങ്കുവെക്കുവാൻ ഒരിടമുണ്ടെന്നുള്ളതാണ് സ്തോത്രം നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് പറയണം, കർത്താവേ സ്തോത്രം, അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ഭാരം ഇറക്കി വെക്കുവാൻ. ഇന്ന് അനേകരും എൻ്റെ സങ്കടം കേൾക്കുവാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനോട് ചോദിച്ചേ, പൗലോസ് പറയും, സ്തോത്രം, എൻ്റെ വിഷമം ഇറക്കി വെക്കുവാൻ എനിക്കൊരുവനുണ്ട്. തുടർന്നുള്ള വാക്യങ്ങൾ അതാ നാം വായിക്കുന്നത്. എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനോ മതിയാകുക. ഏകനായിരിക്കുമ്പോൾ, ഏകനായി തടവറയിലായിരിക്കുമ്പോൾ, ആരും ആശ്വാസം പകരാനില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, ആരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, പൗലോസിന് പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വിചാരങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് മറ്റാരുടെയും ആവശ്യമില്ല. സ്തോത്രം, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രം അവനോട് അറിയിക്കുവാൻ തക്കവണ്ണമുള്ളൊരു പ്രാഗൽഭ്യം എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ എൻ്റെ കർത്താവിനോട് അറിയിക്കും. സ്തോത്രം. അതല്ലേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി വന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, യജമാനനെ, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അതിന് കർത്താവിൻ്റെ മറുപടി, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. സ്തോത്രം, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, സഹോദര, നിന്റെ ആവശ്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നിന്നോട് കൂടെ ഞാൻ ഇരിക്കുകയാണ്. സ്തോത്രം, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ, സ്തോത്രം, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മതിയായവൻ ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രത്തോടെ ഒരല്പസമയം, ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് ഞാൻ വേർതിരിക്കുക. സ്തോത്രം, നല്ല പ്രിയപ്പെട്ടവരൊന്ന് കണ്ണുകളെ അടച്ചാട്ടെ. എന്നിട്ട് സ്തോത്രം, വിചാരപ്പെടുന്ന, ഭാരപ്പെടുന്ന, ആകുലപ്പെടുന്ന സ്തോത്രം ആരെങ്കിലും ഇതിനകത്ത് ഇരപ്പുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവിന്റെ നിയോഗത്തിൽ സ്തോത്രം അമേ ദൈവമക്കളോട് പറയുക, അമേ ഹല്ലേലൂയ, ആവശ്യത്തെ സ്തോത്രത്തോടെ കർത്താവിനോട് അറിയിക്കണം. നമ്മുടെ ആഗ്രഹമല്ല, ആരും ആഗ്രഹം അറിയിക്കരുത്. സ്തോത്രം, നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വലുതാ. എന്നാൽ ആവശ്യങ്ങളെ ഓരോ ദിനവും കർത്താവേ നടത്തണമേ എന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ സ്തോത്രം, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ പ്രവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. ഒരു മിനിറ്റ് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ്, എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ വിത്ത് താങ്ക്സ് ഗിവിംഗ്, സ്തോത്രത്തോടെ കർത്താവേ, എൻ്റെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റുന്നത് കൊണ്ട് സ്തോത്രം. എൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് നിറവേറ്റുന്നത് കൊണ്ട് സ്തോത്രം. എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ കരം എനിക്ക് വേണ്ടി നീട്ടപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി 7ാമത്തെ വാക്യം എല്ലാ പ്രിയപ്പെട്ടവർ ഒരുമിച്ചൊന്ന് വായിച്ചാട്ടെ. എന്നാൽ ഉറക്കെ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരു വ്യക്തി വലിയൊരു സമൂഹവുമായി 276 പേരടങ്ങുന്ന സംഘവുമായി റോമിലേക്ക് യാത്ര ചെയ്യുക. ഈ റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആമേൻ, തനിക്ക് ദൈവികാലോചന ലഭിച്ചത് പ്രകാരം താൻ കാര്യങ്ങൾ അറിയിച്ചെങ്കിലും തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മേലധികാരികൾ താൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അവർ സ്തോത്രം ഈ ഭൂമുഖത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഭാഗം എടുക്കണ്ട. അവിടെ സ്തോത്രം, അതുകൊണ്ട് തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നു. ആ കൊടുങ്കാറ്റിന് ഈശ്വാനമൂലനാണ്. പടക് തകരുന്ന സാഹചര്യത്തിലെത്തുന്നു. പടകിലുള്ള സാമാനങ്ങളെല്ലാം വലിച്ച് കടലിലേക്ക് എറിയുന്നു. സ്തോത്രം, തങ്ങളുടെ എല്ലാം ജീവന് പ്രാണഹാനി വരുമെന്ന ചിന്തയോടെ സകലരും അലമുറയിട്ട് നിലവിളിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം സമാധാനത്തോടിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നു അത് കേവലം മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച സമാധാനമല്ല, ദൈവസമാധാനമാണ്. എന്താ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കടലിൻ്റെ നടുക്ക് തിരമാലകൾ അടിച്ച് കപ്പലിലേക്ക് കയറുമ്പോൾ ഈശാനമൂലൻ എന്ന് പറയുന്ന വലിയ കൊടുങ്കാറ്റ് കപ്പലിൻ്റെ നേർ കാഞ്ഞടിക്കുമ്പോൾ ആ കപ്പലിലുള്ള 276 പേരും നിലവിളിക്കുമ്പോൾ
ആമേൻ കപ്പലിനകത്തുള്ള സാമാനങ്ങളും ചരക്കുകളും എല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുവാൻ തക്കവണ്ണമുള്ള തീരുമാനമെടുക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി മാത്രം സ്തോത്ര സമാധാനം അനുഭവിക്കുകയാ. എന്താ കാരണം എന്നറിയാമോ? സ്തോത്ര പൗലോസിന് സ്തോത്ര രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവേ പൗലോസേ, നീ നശിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ നാളെ അടുത്ത ദിവസം കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടവന്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവിക വാഗ്ദത്തം കേട്ടവന് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒരു ഉറപ്പുണ്ട്, ഒരു ദൈവിക സമാധാനമുണ്ട്. സ്തോത്രം. പൗലോസിനോട് ധൈര്യത്തോടെ ഇരിപ്പാൻ ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, പൗലോസിന് വ്യക്തമായിട്ട് അറിയാം, അവൻ ഈ കടലിന്റെ മേൽ അധികാരമുള്ളവനാ എന്നോട് ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞത്. അവൻ ഈ കൊടുങ്കാറ്റിന്റെ മേൽ അധികാരമുള്ളവനാ എന്നോട് ധൈര്യത്തോടെ ഇരിപ്പാൻ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളുടെ മേൽ അധികാരമുള്ളവനാ എന്നോട് ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ ധൈര്യത്തോടെ ഇരിക്കാം. ആ ദൈവിക സമാധാനം എന്റെ ഹൃദയങ്ങളിൽ വാഴുവാനിടയാകും. ഇന്ന് പകൽക്കാലം ആകുലപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, വിചാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ ദൈവാത്മാവിൽ അവൻ ദൂത് വിളിച്ചു പറയാ, അവൻ ആകുലപ്പെടേണ്ട, ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുക, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും ദൈവം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്ന, ദാനം ചെയ്തിരിക്കുന്ന. അടുത്ത വാക്ക്, അവൻ എന്നോട് ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ട്, അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല. സാഹചര്യം പ്രതികൂലമായിരിക്കുക, സ്തോത്രം, മാനുഷിക ബുദ്ധിയല്ല, സ്തോത്രം, എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കുക. എന്നാൽ ആ ദൈവത്തിന്റെ സമാധാനം അത് എൻ്റെ ബുദ്ധിയെ കവിയുന്ന സമാധാനമാകയാൽ, സ്തോത്രം, ബുദ്ധി മണ്ഡലങ്ങളെ കവിയുന്ന സമാധാനമാകയാൽ, പ്രതികൂലങ്ങളുടെ മധ്യേ അരുളി ചെയ്തവൻ നിവർത്തിക്കുമെന്ന സമാധാനമാകയാൽ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നുള്ള സമാധാനമാകയാൽ, ആ ദൈവിക സമാധാനം എൻ്റെ ഹൃദയങ്ങളിൽ നിറയുവാനിടയാകും. സ്തോത്രം. ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ കാര്യം അത് വിശദീകരിക്കുക. അവിടെ എഴുതിയിരിക്കുക, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന. സ്തോത്ര. ദൈവമക്കൾക്ക് മനസ്സിലായോ? പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാന്നുള്ള ഉറപ്പ്. സ്തോത്ര. പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ അരുളി ചെയ്തവൻ നിവർത്തിക്കുമെന്ന ഉറപ്പ്. അവൻ പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ എന്നെ ദൈനംദിനം അതിശയത്തോടെ നടത്തുമെന്ന ഉറപ്പ്. പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞവൻ അക്കരെ എത്തിക്കുമെന്ന ഉറപ്പ്. സ്തോത്രം. ഇതത്രേ ദൈവിക സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നത്. ആമേൻ. പകൽക്കാലം പറ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അതെന്റെ ഹൃദയങ്ങളിൽ വാഴുവാനിടയാകട്ടെ. അവൻ അധരങ്ങളെ തുറഞ്ഞ് പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാട്ടെ, സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവ സമാധാനം എന്റെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന, എന്റെ ബുദ്ധിപരമായ മണ്ഡലങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അവൻ സകല ബുദ്ധിയെയും ഒരു അടുത്ത ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കും. അവിടെ എഴുതിയിരിക്കുക, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കകം. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് പറയുന്നത് അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രമാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് സാധാരണ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന കപ്പലിലേക്ക് തകർത്ത് കളയാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭയത്തോടെയാണ് സ്തോത്രം ഈ കപ്പലുകളൊക്കെ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കടന്നു പോകുന്നത്. പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റുണ്ടാവും, വലിയ കൊടുങ്കാറ്റുണ്ടാവും, കപ്പലിനെയൊക്കെ മറിച്ച് കളയും. എന്നാൽ ഈ സമുദ്രത്തിൽ അമേൻ സ്തോത്രം അനങ്ങാതെ കുലുങ്ങാതെ ഈ വരുന്ന കൊടുങ്കാറ്റൊന്നും ഏശാതെ നിൽക്കുന്ന വലിയ മഞ്ഞുകട്ടകളുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്.
ഈ മഞ്ഞുകെട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആമേൻ ഈ വെള്ളത്തിൻ്റെ മുകളിൽ, കടലിൻ്റെ മുകളിൽ കാണുന്നതിനേക്കാൾ 9 മടങ്ങ് ആ മഞ്ഞുകെട്ടുകൾ താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഈ കൊടുങ്കാറ്റടിച്ചാൽ അത് തകരത്തില്ല. അതിൻ്റെ മുകളിൽ ഈ കൊടുങ്കാറ്റടിച്ചാൽ സ്തോത്രം അതിനൊരു അനക്കവും സംഭവിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം ഉറപ്പിക്കേണ്ടടുത്തേക്ക് നമ്മെ താഴോട്ട് അതിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇറങ്ങി ചെന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം ഈ മഞ്ഞുകെട്ടുകൾ തകരില്ല. ആമേൻ. ഒരു ദൈവ പൈതൽ ആമേൻ ദൈവവചനത്തിൽ ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഈ പ്രതികൂലങ്ങൾ അവനെ തകർത്ത് കളയത്തില്ല, പ്രതിസന്ധികൾ അവനെ തകർത്തു കളയത്തില്ല. അവൻ്റെ ചിന്താമണ്ഡലങ്ങളെ, നിനവുകളെ സ്തോത്രം ആ ക്രിസ്തുവേശു കാക്കുവാനിടയായി തീരുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം പറയട്ടെ, സ്തോത്രം ചിന്തകൾ കൊണ്ട്, ചിന്താമണ്ഡലങ്ങൾ കൊണ്ട് സ്തോത്രം പലവിധ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്നോ സ്തോത്രം അവങ്കിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിക്കുമെന്നോ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെയും നിനവുകളെയും കാക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ കൂടെയുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്കൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, പലപ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമായി തോന്നുമ്പോൾ ഞാൻ പതറിപ്പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് കേട്ട വചനം വിചാരപ്പെടരുത്. അതെന്നോട് കർത്താവ് പറഞ്ഞിട്ടുള്ളതാ. എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. അത് നടത്താമെന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണ്. അങ്ങനെയെങ്കിൽ അവൻ ഈ ഭൂമുഖത്ത് ഞാൻ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾക്കപ്പുറമായി, ഞാൻ ചിന്തിക്കുന്ന സ്തോത്രം അവൻ എൻ്റെ ബുദ്ധിക്കപ്പുറമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക സമാധാനം, അത് എൻ്റെ ചിന്തനങ്ങളെ സ്തോത്രം നിറയ്ക്കുവാനിടയാകും. എൻ്റെ ഹൃദയങ്ങളെ നിറയ്ക്കുവാനിടയാകും. സ്തോത്രം എൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും അവൻ ക്രിസ്തുവേശുവിൽ കാക്കുവാനിടയാകും. ഇന്ന് പകൽക്കാലം ആ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് വാഴട്ടെ. അമ്മ നിലവുകളെ ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ. അവൻ ഈ വചനം ഏറ്റെടുക്കുന്ന പ്രിയ ദൈവമക്കളെല്ലാവരും ദൈവകരങ്ങളിൽ നിന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, പ്രതിസന്ധികളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, അവൻ ഈ പ്രതികൂലങ്ങളെക്കാൾ വലിയവൻ, ഈ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ, സ്തോത്ര സകലത്തിൻ്റെയും അധികാരി, സകലത്തിൻ്റെയും ഉടയവൻ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. സ്തോത്രം, അവിടുന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, നിനക്കൊരു കേട് സംഭവിക്കില്ല, നിനക്കൊരു പ്രശ്നവും സംഭവിക്കില്ല. നമ്മെ സ്തോത്രം, നിന്നെ ഞാൻ കാക്കും, നിന്നെ ഞാൻ പരിപാലിക്കും. നിന്നെ മാത്രമല്ല, നിന്നോട് കൂടെയുള്ളവരെ സ്തോത്രം, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി കരയുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാക്കാമെന്നൊരു വാഗ്ദത്തം അവിടുന്ന് ഉള്ളത് കൊണ്ട് ഈ പ്രശ്നം എന്നെ തകർത്ത് കളയില്ല. സ്തോത്രം, ഈ പ്രശ്നം എന്നെ മൂടിക്കളയില്ല, ഈ പ്രതിസന്ധി എന്നെ തകർത്ത് കളയില്ല. അതിനപ്പുറത്തൊരു ദൈവിക സമാധാനം എന്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ സന്തോഷിപ്പാനിടയാകും. കർത്താവ് വചനത്തിന് മുമ്പാകെ അടിയങ്ങളെ സമർപ്പിക്കുന്നു, ദൈവജനത്തെ ഏൽപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു, അടിയനുമേ ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മാനവമഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. സ്തോത്രം. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് ആമേൻ. സ്തോത്രം. കർത്താവിന് വേണ്ടി ജീവിക്കുകയും വിശ്വാസസ്നാനം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും നിലകൊള്ളുന്ന ദൈവമക്കൾക്ക് ഇതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാനായിട്ടുള്ള സാവകാശമുണ്ട്. ആമേൻ. സ്തോത്രം.